അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ബഹുമാനാദരവുകൾ നിറഞ്ഞ ഉസ്താദുമാർ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മുത്തഅല്ലിമീങ്ങൾ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇന്ന് പൊതുവെയായി കണ്ടുവരുന്ന ഒന്നാണ് നമ്മുടെ കേരളത്തിലെ, നമ്മുടെ ഇന്ത്യയിലെ യുവാക്കൾ, വിദ്യാർത്ഥികൾ പുറമേയുള്ള രാജ്യങ്ങളിൽ പോയി വിദേശ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് ബിരുദാനന്തര ബിരുദവും ഡോക്ടറേറ്റും നേടുന്നത്. എന്തുകൊണ്ടാണ് അവർ ഇന്ത്യയിൽ നിന്ന് ബിരുദാനന്തര ബിരുദം എടുക്കാത്തത്? ന്യൂനപക്ഷങ്ങളെ അകറ്റി നിർത്തുക, രാഷ്ട്രീയ ബന്ധമുള്ളവരെ പഠിക്കാനുള്ള അവസരം കൊടുക്കുക എന്നിങ്ങനെ തുടങ്ങി ഒരുപാട് അവഗണനകൾ ഇന്ന് വിദ്യാർത്ഥികൾ നേരിട്ട് കൊണ്ടിരിക്കുകയാണ്. മാത്രവുമല്ല, അധികരിച്ച ഫീസും സ്കോളർഷിപ്പിൻ്റെ കുറവും. ഓസ്ട്രേലിയ പോലുള്ള രാജ്യങ്ങളിൽ 2 പൗരത്വം കൊടുക്കുക എന്നതാണ് അവിടുത്തെ രീതി. അതായത് ഇവിടെ ഏകദേശം 30,000 അല്ലെങ്കിൽ 20,000 സ്കോളർഷിപ്പ് കൊടുക്കുന്ന സ്ഥാനത്ത് ഓസ്ട്രേലിയ, UK തുടങ്ങിയ വിദേശ രാജ്യങ്ങളിൽ ലക്ഷങ്ങൾ, അഥവാ 4 ലക്ഷം 3 ലക്ഷം തുടങ്ങി സ്കോളർഷിപ്പുകൾ അവർക്ക് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഹോസ്റ്റല്, ഫുഡ് തുടങ്ങിയവ അവർക്ക് സൗജന്യമാണ്. വിദേശത്ത് പഠിക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് ആഗോളതലത്തിൽ തൊഴിലവസരങ്ങൾ ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പുതിയ അനുഭവങ്ങൾ അവർക്ക് ലഭിക്കുന്നുണ്ട്. സംസ്കാരം, ഭാഷ എന്നിങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ അവർ പഠിച്ചെടുക്കാൻ അവർക്ക് പറ്റുന്നുണ്ട്. ആഗോളതല തൊഴിലവസരങ്ങൾ എന്ന് പറഞ്ഞാൽ അവർക്ക് മുമ്പിൽ ഏത് കമ്പനിയും അവരുടെ ഗേറ്റ് തുറന്നു വെക്കുകയാണ്. ഇന്ത്യയിലെ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ ഈയിടെ നീറ്റിൻ്റെ റിസൾട്ട് വന്നപ്പോൾ നമ്മളെല്ലാവരും കണ്ടതാണ്. അതിൽ റിസൾട്ടിൽ കൃത്രിമം വന്നിക്കണമെന്ന് പറഞ്ഞ് ഒരു പറ്റം വിദ്യാർത്ഥികൾ പ്രതിഷേധിച്ചതൊക്കെ. ഇതുപോലെ ഒരുപാട് ക്രമീകരണങ്ങൾ ഇനിയും നമ്മുടെ ഈ രാജ്യത്ത് വരേണ്ടതുണ്ട്. നമ്മുടെ യൂണിവേഴ്സിറ്റികൾ ഇനിയും ഒരുപാട് പുരോഗമിക്കേണ്ടതുണ്ട്. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.